ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ ശുക്രൻ എന്ന മലയാളം മൂവിയാണ്. നായകൻ പ്രേമിക്കുന്ന പെണ്ണിന് അവന്റെ കൂട്ടുകാരന് വിവാഹം ഉറപ്പിക്കുന്നു. പക്ഷെ ആ വിവാഹത്തലേന്ന് തികച്ചും അപ്രതീക്ഷിതമായ ഒരു കൊലപാതകം സംഭവിക്കുന്നു. പിന്നീടുള്ള ഓരോ നിമിഷവും ആ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് ആകാംക്ഷയുടെ മുൻമലയിൽ നിർത്തുന്ന ഒരു മൂവിയാണിത്. അപ്പൊ കൂടുതൽ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ നന്ദു അവന്റെ അച്ഛനും കൂടെ ശ്രീനിവാസൻ എന്നൊരു ജോത്സ്യന്റെ അടുത്ത് പോകുന്നതാണ് കാണിക്കുന്നത്. നന്ദുവിന്റെ ജാതക പ്രകാരം ചെയ്യാത്ത തെറ്റുകൾക്കെല്ലാം അവന് പഴി കേൾക്കേണ്ടതായി വരുമെന്ന് ശ്രീനിവാസൻ അവരോട് പറയുന്നു. ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് നന്ദുവിന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് ശ്രീനിവാസൻ മറുപടി പറയുന്നു. നെക്സ്റ്റ് സീനിൽ നന്ദു സ്കൂളിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. നന്ദുവിന്റെ ഒരു കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുണ്ടായിരുന്നു. ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഹാജരെടുക്കാൻ തുടങ്ങിയ ശേഷമാണ് നന്ദു ക്ലാസ്സിലേക്ക് വരുന്നത്. നന്ദുവിനെ കണ്ടതും ടീച്ചർ ഇരിക്കുന്നത് വകവയ്ക്കാതെ കൂടെ പഠിക്കുന്ന മണവാളൻ എന്ന മനോജ് അവനെ ജഡായു എന്ന ഇരട്ടപ്പേര് വെച്ച് കളിയാക്കുന്നു. നന്ദുവിനെ ഇരട്ടപ്പേര് വിളിച്ചത് മനോജ് ആണെന്ന് മനസ്സിലായതും ടീച്ചർ ഉടനെ അവനെ വഴക്കു പറയുന്നു. അപ്പോഴേക്കും നന്ദു അവന്റെ സീറ്റിലേക്ക് ചെന്നിരിക്കുന്നു. ഈ സമയത്താണ് സ്കൂളിലെ മലയാള അധ്യാപികയായ പ്രഭ ടീച്ചറിന്റെ മകൾ ഗായത്രിയെ HM അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. എക്സാം കഴിയുന്നത് വരെ ഈ കുട്ടി ഇവിടെ കാണുമെന്ന് പറഞ്ഞ് HM ഗായത്രിയെ ക്ലാസ് ടീച്ചറിനെ ഏൽപ്പിക്കുന്നു. ഗായത്രി ആദ്യമായി കാണുമ്പോൾ തന്നെ നന്ദുവിന് അവളോട് ഒരു ഇഷ്ടം തോന്നുന്നു. ഗായത്രിയെ കാണാൻ നല്ല രസമുണ്ടല്ലേ എന്ന് നന്ദു അവന്റെ ഫ്രണ്ട് അരുണിനോട് പറയുമ്പോൾ അവൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അരുണിന്റെ അമ്മ അതേ സ്കൂളിലെ തന്നെ ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദുവായിട്ട് നല്ല കൂട്ടാണെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച അമ്മ അറിയുമെന്നൊരു ചിന്ത അരുണിനുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഗായത്രി അവരോടെല്ലാം കൂട്ടാവുന്നു. മാത്രമല്ല പലപ്പോഴും നന്ദു എഴുതാൻ പേന വാങ്ങിയിരുന്നത് ഗായത്രിയോടായിരുന്നു. ഗായത്രിയോടുള്ള ഇഷ്ടം നന്ദു തുറന്നു പറയാത്തതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ എന്ന നിലയിൽ വളരെ അടുപ്പത്തോടെയാണ് അവൾ അവനോട് പെരുമാറിയിരുന്നത്. അങ്ങനെ ഇരിക്കെ 9ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ വരുന്നു. പതിവുപോലെ പരീക്ഷ കഴിഞ്ഞ് നന്ദു ഗായത്രിയുടെ പേന തിരിച്ചു കൊടുക്കാൻ നേരം ബാക്കി പരീക്ഷകളോട് കഴിഞ്ഞിട്ട് അത് തിരിച്ചു തന്നാ മതിയെന്ന് ഗായത്രി അവനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഫൈനൽ എക്സാമിനായി നന്ദു ക്ലാസ്സിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ഈ സമയത്താണ് ഗായത്രി അവളുടെ പേന കാണാനില്ലെന്ന് പറഞ്ഞ് കരയുന്നത് അവൻ കാണുന്നത്. വേറെ ഒരു പേന വെച്ച് തൽക്കാലം പരീക്ഷ എഴുതാൻ അരുണിന്റെ അമ്മ പ്രസന്ന ടീച്ചർ പറയുന്നെങ്കിലും ഗായത്രി അതൊന്നും കേൾക്കാതെ കരച്ചിൽ തുടരുന്നു. ഗായത്രിയുടെ കരച്ചിൽ കണ്ട് പ്രഭ ടീച്ചറും അവിടേക്ക് വരുന്നു. ഗായത്രിക്ക് അവളുടെ മുത്തശ്ശൻ ഗിഫ്റ്റ് ചെയ്ത അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആ പേന വെച്ചാണ് അവൾ സാധാരണ എല്ലാ പരീക്ഷകളും എഴുതാറ്. അതുകൊണ്ടാണ് ആ പേന കാണാതായപ്പോ അവൾ കരയുന്നതെന്ന് പ്രഭ ടീച്ചർ മറ്റു ടീച്ചേഴ്സിനോട് പറയുന്നു. ക്ലാസ്സിൽ വെച്ച് പേന മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നറിയാനായി സാർ അവരുടെ എല്ലാം ബാഗുകൾ പരിശോധിക്കുന്നു. അപ്പോഴാണ് നന്ദുവിന്റെ കവറിൽ നിന്നും ഗായത്രിയുടെ പേന കണ്ടുകിട്ടുന്നത്. താൻ മോഷ്ടിച്ചിട്ടില്ലെന്നും പേന എങ്ങനെ കവറ് വന്നെന്ന് അറിയില്ലെന്നും ഒക്കെ നന്ദു പറയുന്നെങ്കിലും ആരും അത് വിശ്വസിക്കുന്നില്ല. ചെയ്യാത്ത തെറ്റിന് തല്ലും വാങ്ങി കരഞ്ഞുകൊണ്ടാണ് നന്ദു അന്ന് പരീക്ഷയ്ക്കിരിക്കുന്നത്. മറ്റാരോട് സത്യം ബോധിപ്പിച്ചില്ലെങ്കിലും ഗായത്രിയുടെ മുൻപിലെങ്കിലും തെറ്റുകാരനല്ലെന്ന് ബോധിപ്പിക്കാൻ നന്ദു തീരുമാനിക്കുന്നു. പക്ഷെ പരീക്ഷ കഴിഞ്ഞ് നന്ദു ഇറങ്ങുമ്പോഴേക്കും ഗായത്രിയുടെ അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് കാണുന്നത്. ഗായത്രിയുടെ അച്ഛന് നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ആണെന്നും ലാസ്റ്റ് എക്സാം കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുമെന്നും മുൻപ് ഗായത്രി പറഞ്ഞ കാര്യം നന്ദുവിന് അപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഗായത്രിയുടെ മുമ്പിൽ കള്ളനാകേണ്ടി വന്നതിലും അവളെ ഇനി കാണാൻ കഴിയില്ലെന്നുള്ള വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് മനോജ് അങ്ങോട്ട് വന്ന് അവനെ ആശ്വസിപ്പിക്കുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നന്ദു അവനെ കെട്ടിപ്പിടിച്ചു കരയുമ്പോൾ മനോജ് സാരമില്ലെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നന്ദു ഇപ്പോ അവന്റെ നാട്ടുകാരനായ വിക്രമന്റെ കൂടെ പുള്ളിയുടെ ലോറിയെ കിളിയായിട്ട് ജോലി ചെയ്യുകയാണ്. വിക്രമനാകട്ടെ ഒരു ജോലിക്കാരൻ എന്നതിലുപരി സ്വന്തം സഹോദരനെ പോലെയാണ് നന്ദുവിനോട് പെരുമാറിയിരുന്നത്. വർഷങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും ഗായത്രിയോടുള്ള നന്ദുവിന്റെ പ്രണയം മാത്രം മാറ്റമില്ലാതെ തുടരുന്നു. 9th ക്ലാസ് ഫോട്ടോയും പണ്ട് ഗായത്രി എഴുതാൻ തന്നിരുന്ന പേനയും നോക്കി പഴയ കാല കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോഴാണ് അരുൺ അവനെ കോൾ ചെയ്യുന്നത്. അരുൺ ഇപ്പൊ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. നാളെ ഞാൻ ലീവിന് നാട്ടിലേക്ക് വരുവാണെന്നും നീ എന്നെ പിക്ക് ചെയ്യാൻ വരണമെന്നും അരുൺ പറയുമ്പോൾ നന്ദു അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നന്ദു കവലയെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അരുൺ ഒരു ബസ്സിൽ അവിടേക്ക് വരുന്നത്. കുറച്ചു നാളുകൾക്ക് ശേഷം കണ്ടതിന്റെ സന്തോഷത്തെ നമുക്ക് നേരെ ബിയർ അടിക്കാൻ പോകാമെന്ന് അരുൺ നന്ദുവിനോട് പറയുന്നു. ശേഷം അരുൺ നന്ദുവിന്റെ 2 വീലറിന് പിന്നിലേക്ക് കയറുമ്പോഴാണ് അവന്റെ പേരൻസ് അവിടേക്ക് വരുന്നത്. അരുണിന്റെ അമ്മ പ്രസന്നയ്ക്ക് പണ്ട് മുതലേ നന്ദുവായിട്ടുള്ള അവന്റെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമായിരുന്നില്ല. ഇപ്പൊ ലീവിന് വന്ന പാടെ വീട്ടിലേക്ക് പോലും വരാൻ കൂട്ടാക്കാതെ അരുൺ നന്ദുവിന്റെ കൂടെ പോകാൻ ഒരുങ്ങിയത് കണ്ടതും അവനവനോട് ചൂടാവുന്നു. നീ വന്ന് വണ്ടിയിൽ കയറാൻ പ്രസന്ന പറയുമ്പോ അമ്മയെ എതിർക്കേണ്ടെന്ന് വിചാരിച്ച് നന്ദുവിനോട് യാത്ര പറഞ്ഞ് അരുൺ വണ്ടിയിലേക്ക് കയറുന്നു. അരുണിന്റെ സാഹചര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ നന്ദുവിന് അവനോട് പിണക്കമുണ്ടായിരുന്നില്ല. വണ്ടി കയറിയ ഉടൻ തന്നെ വൈകിട്ട് അച്ഛന്റെ കൂടെ ഒരു പെണ്ണ് കാണാൻ പോകണമെന്ന് പ്രസന്ന അരുണിനോട് പറയുന്നു.
പക്ഷെ ഇത് കേട്ടതും അച്ഛൻ കൂടെ വരണ്ടെന്നും ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാവെന്നും അരുൺ മറുപടി പറയുന്നു. അമ്മയോട് അങ്ങനെ പറഞ്ഞെങ്കിലും നന്ദുവിനെ കൂട്ടിയാണ് അരുൺ പെണ്ണ് കാണാൻ പോകുന്നത്. അവിടെ ചെന്നതും നല്ല വീടും വീട്ടുകാരും ഒക്കെ ആണെങ്കിലും അരുണിനെന്തോ കല്യാണം കഴിക്കാൻ മാത്രം ഒരിഷ്ടം ആ പെൺകുട്ടിയോട് തോന്നുന്നില്ല. തരക്കേടില്ലാത്ത രീതിയിൽ ആ കല്യാണം മുടക്കണമെന്ന് കരുതി എന്റെ കൂട്ടുകാരന്റെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്നും അതുകൊണ്ട് അവൻ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നും അരുൺ വീട്ടുകാരോട് പറയുന്നു. സത്യത്തിൽ അത് കേട്ട് പെണ്ണും വീട്ടുകാരും മാത്രമല്ല നന്ദു പോലും ഷോക്കാവുന്നു. നെക്സ്റ്റ് സീനിൽ നന്ദു അരുണും കൂടെ ഒരു ബാറിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. തന്റെ പേര് പറഞ്ഞ് പെണ്ണുകാണൽ ഒഴിപ്പിയതിന് നന്ദു അരുണം വഴക്ക് പറയുന്നു. ഇതുകൂടെ അറിഞ്ഞാൽ പിന്നെ നിന്റെ അമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടക്കേട് കൂടുമല്ലോ എന്ന് നന്ദു പറയുമ്പോ അതൊക്കെ വിട്ടേക്കാൻ അരുൺ മറുപടി പറയുന്നു. അല്ലെങ്കിൽ നീ എന്റെ വീട്ടുകാര് പറയുന്നൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്നും എന്റെ കാര്യം നോക്കിയാൽ പോരേന്നും അരുൺ പറയുമ്പോ നന്ദുവിന്റെ ദേഷ്യമൊക്കെ മാറുന്നു. കള്ളിന്റെ കിക്കൂടി ആയതവിടെ അല്പം ഉറക്കെയാണ് നന്ദു അരുണിനോട് സംസാരിക്കുന്നത്. ഇത് കണ്ട് അടുത്ത ടേബിളിൽ ഇരുന്ന ഒരു പെണ്ണ് ഷോ കാണിക്കാതെ വീട്ടിൽ പോകാൻ അവരോട് പറയാൻ വേറെന്നോട് പറഞ്ഞു വിടുന്നു. പക്ഷെ ഇത് അറിഞ്ഞതും നന്ദു ആ പെണ്ണിനോട് ചൂടാവുന്നു. അങ്ങനെ ആ പെണ്ണും നന്ദുവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാവുമ്പോ ഒടുവിൽ ആ പെണ്ണിനെ അവളുടെ അനിയത്തിയും നന്ദുവിനെ അരുണും രണ്ടു ഭാഗത്തേക്ക് പിടിച്ചു മാറ്റുന്നു. നന്ദുവിന് ആ പെണ്ണിനോട് ദേഷ്യമാണ് തോന്നിയതെങ്കിൽ അരുണിന് അവളോട് ഇന്ന് വരെ മറ്റാരോടും തോന്നാത്ത ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു. അരുണും നന്ദുവും പുറത്തു നിൽക്കുമ്പോഴാണ് ആ പെണ്ണും അവളുടെ അനിയത്തിയും കൂടെ 2 വീലർ പുറത്തേക്ക് ഇറങ്ങുന്നത്. എങ്ങനെയെങ്കിലും അവളുടെ അഡ്രസ്സ് കണ്ടെത്തണമെന്ന് അരുൺ മനസ്സിൽ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി നിന്നോട് വഴക്കിട്ട പെണ്ണിന്റെ പുറകെ പോയി നമുക്ക് അവളോട് പ്രതികാരം ചെയ്യാമെന്ന് പറഞ്ഞ് അരുൺ നന്ദുവിനെ പിരികേറ്റുന്നു. അതൊക്കെ ഞാൻ വിട്ടെന്ന് നന്ദു പറയുമ്പോ എനിക്ക് എന്തായാലും നിനക്ക് വേണ്ടി അവളോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ് അരുൺ നന്ദുവിനെയും കൂട്ടി അവരെ ഫോളോ ചെയ്തു പോകുന്നു. അരുണും നന്ദുവും തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതും ആ പെണ്ണ് അല്പം സ്പീഡ് കൂട്ടി വണ്ടി ഓടിക്കുന്നു. ആ പെണ്ണും അനിയത്തിയും വണ്ടി ഓടിച്ച് ഒരു വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുന്നതും അരുൺ വണ്ടി സൈഡാക്കി അവിടേക്ക് നോക്കുന്നു. പക്ഷെ അപ്പോഴാണ് ആ പെൺകുട്ടികളോട് സംസാരിക്കുന്ന പ്രഭ ടീച്ചറിനെ അരുണും നന്ദുവും കാണുന്നത്. അപ്പോഴാണ് താനിപ്പോ വഴക്കിട്ടത് ഗായത്രിയോടാണെന്ന് നന്ദുവിന് മനസ്സിലാകുന്നത്. അത് മനസ്സിലായതും അവളെ വീണ്ടും കണ്ടതിൽ അവൻ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇതേ സമയം പ്രഭ ടീച്ചറിനെ കാണുമ്പോൾ അരുണിനും ഗായത്രിയെ ഓർമ്മ വരുന്നു. പക്ഷെ അന്ന് കൂടെ പഠിച്ചപ്പോ കൂടുതൽ ശ്രദ്ധിക്കാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് അവളുടെ പേരെന്താണെന്നൊന്നും അരുണിന് ഓർമ്മയുണ്ടായിരുന്നില്ല. അവളുടെ പേരെന്തായിരുന്നെന്ന് അരുണ് ചോദിക്കുമ്പോൾ ഗായത്രി എന്നാണെന്ന് നന്ദു പറഞ്ഞു കൊടുക്കുന്നു. ഗായത്രിയെ പരിചയപ്പെടാനുള്ള ആവേശത്തിൽ നമുക്കിപ്പൊ തന്നെ ടീച്ചറിനോട് ചെന്ന് സംസാരിക്കാമെന്ന് അരുണ് പറയുമ്പോൾ ഇപ്പൊ കള്ളു കുടിച്ചിട്ടുള്ളതുകൊണ്ട് മറ്റൊരു ദിവസം വരാമെന്ന് നന്ദു മറുപടി പറയുന്നു. തിരിച്ചുള്ള യാത്രയിൽ അരുണിന്റെയും നന്ദുവിന്റെയും ഉള്ളിൽ ഗായത്രി ആയിരുന്നെങ്കിലും ഇരുവരും അത് പരസ്പരം തുറന്നു പറയുന്നില്ല. നന്ദുവിനെ അവന്റെ 2 വീലർ ഇരിക്കുന്നിടത്ത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് അരുൺ വീട്ടിലേക്ക് പോകുന്നത്. നന്ദു 2 വീലറുമായി വീട്ടിലേക്ക് പോകുമ്പോഴാണ് പോലീസ് കൈ കാണിക്കുന്നത്. ഹെൽമെറ്റ് ഇല്ലാതെ കള്ളം കുടിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ വെള്ളപ്പുറത്ത് നന്ദു അവരോട് തിരിച്ചു ചൂടാവുന്നു. അത് കണ്ടതും അവന്റെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് നന്ദുവിനെ അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിലുള്ള ഒരു പരിചയക്കാരൻ വഴി കാര്യം അറിഞ്ഞ വിക്രമനാണ് നന്ദുവിനെ ജാമ്യത്തിലിറക്കുന്നത്. മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാർ അവനെ പറഞ്ഞു വിടുന്നത്. പോകാൻ നേരം ഫോൺ ചോദിക്കുമ്പോഴാണ് അത് എസ്ഐയുടെ കയ്യിലാണെന്നും ഉച്ച കഴിഞ്ഞ് പുള്ളി വരുമ്പോ വന്ന് വാങ്ങിച്ചോളാനും പോലീസുകാരൻ അവനോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് രാധയെ വിട്ട് ഫോൺ വാങ്ങിക്കാമെന്നും നമുക്കിപ്പൊ തന്നെ പൊള്ളാച്ചിക്കുള്ള ലോഡുമായിട്ട് പോകണമെന്നും വിക്രമൻ നന്ദുവിനോട് പറയുന്നു. വിക്രമൻ അങ്ങനെ പറയുമ്പോ പാതി മനസ്സോടെയാണ് നന്ദു അവന്റെ കൂടെ പോകുന്നത്. പൊള്ളാച്ചിക്ക് പോകും വഴി വെള്ളം കുടിക്കാൻ വണ്ടി നിർത്തുമ്പോ നന്ദുവിന്റെ മുഖത്ത് പതിവില്ലാത്ത ചിരി സന്തോഷമൊക്കെ കണ്ട് വിക്രമൻ അവനോട് കാര്യം ചോദിക്കുന്നു. അപ്പോഴാണ് ചെറുപ്പം മുതലേ ഗായത്രിയോടുള്ള തന്റെ പ്രണയത്തെക്കുറിച്ച് നന്ദു അവനോട് പറയുന്നത്. ഗായത്രിയെ നേരിട്ട് കണ്ട് തന്റെ നിരപരാധിത്വം തുറന്നു പറയണമെന്നും അതിനുശേഷം തന്റെ ഇഷ്ടം വെളിപ്പെടുത്തണമെന്നും നന്ദു പറയുമ്പോ വിക്രമൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നു. മറുഭാഗത്ത് അരുണിന്റെ മാതാപിതാക്കൾ ഗായത്രിയുടെ വീട്ടിൽ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത പ്രസന്നയും കുടുംബത്തെയും കണ്ടതും പ്രഭയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. പഴയ സൗഹൃദം പുതുക്കിയ ശേഷമാണ് തങ്ങൾ വന്നതിന്റെ യഥാർത്ഥ കാരണം പ്രസന്ന അവരോട് പറയുന്നത്. ഗായത്രിക്ക് നിങ്ങൾ കല്യാണം നോക്കി തുടങ്ങിയെങ്കിൽ അവളെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രസന്ന പറയുമ്പോൾ അവര് ചെറുതായെന്ന് ഷോക്കാവുന്നു. മോളെ ഇന്നലെ ഫോളോ ചെയ്തത് എന്റെ മകൻ അരുണാണെന്നും അവന് വേണ്ടിയാണ് ഈ ആലോചനയെന്നും പ്രസന്ന ഗായത്രിയോടും പറയുന്നു. എന്തായാലും നിങ്ങൾ ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാൽ മതിയെന്നും തൽക്കാലം അരുണിന്റെ തലക്കുറി തന്നേക്കാവെന്നും പറഞ്ഞ് അരുണിന്റെ അച്ഛൻ അത് അവരെ ഏൽപ്പിക്കുന്നു. മറുഭാഗത്ത് നന്ദുവും വിക്രമനും കൂടെ ലോഡുമായി പൊള്ളാച്ചിയിൽ എത്തുന്നതാണ് കാണിക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് 5 ദിവസത്തേക്ക് പൊങ്കലിന്റെ അവധിയാണെന്നും അത് കഴിഞ്ഞിട്ട് ലോഡ് ഇറക്കി തിരിച്ചു പോകാൻ പറ്റുമെന്നും അവർക്ക് മനസ്സിലാകുന്നത്. ഗായത്രിയെ കാണാൻ വീണ്ടും വൈകുമല്ലോ എന്നോർത്ത് നന്ദുവിനാകും മുഷ്ടില് തോന്നുന്നു. മറുഭാഗത്ത് അരുൺ ഗായത്രിയെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇരുവരും പരസ്പരം സംസാരിച്ച് അന്നത്തെ വഴക്കും തെറ്റിദ്ധാരണയൊക്കെ പറഞ്ഞു തീർക്കുന്നു. ജാതകപ്പുറത്ത് ഓക്കെ ആയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്താമെന്ന് ഇരു കുടുംബങ്ങളും തീരുമാനിക്കുന്നു. വെച്ച് താമസിപ്പിക്കാതെ തൊട്ടടുത്ത ദിവസം തന്നെ വിവാഹത്തിന് നേരം കുറിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ പറയാനായി നന്ദുവിനെ പലതവണ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അരുൺ നേരെ അവരുടെ വീടിനടുത്തുള്ള ചായക്കടയിൽ ചെന്ന് അന്വേഷിക്കുന്നു.
വിക്രമന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് നന്ദുവിനെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടായെന്ന് അറിയാനാണ് അരുൺ അവിടേക്ക് വരുന്നത്. പക്ഷെ വിക്രമനും നന്ദുവും തനിച്ചാണ് പോയിരിക്കുന്നതെന്ന് അറിഞ്ഞതും ആ പ്രതീക്ഷ അവസാനിക്കുന്നു. നെക്സ്റ്റ് സീനിൽ പൊള്ളാച്ചിയിൽ ലോഡ് ഇറക്കി നന്ദുവും വിക്രമനും തിരിച്ചു നാട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. വീട്ടിലേക്ക് വന്നു കയറിയതും നന്ദുവിന്റെ മുഖത്ത് സന്തോഷം കണ്ട് അമ്മ അവനോട് കാര്യം തിരക്കുമ്പോ കളഞ്ഞു പോയതെന്ന് തിരിച്ചു കിട്ടിയ സന്തോഷമാണെന്ന് നന്ദു മറുപടി പറയുന്നു. ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഗായത്രി തന്ന പേന എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നന്ദുവിന്റെ അനിയത്തി വാവാച്ചി അവിടേക്ക് വരുന്നത്. ഗായത്രി നന്ദു പ്രേമിക്കുന്ന കാര്യമൊക്കെ വാവാച്ചിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വാവാച്ചിയോട് അവൻ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇനി എത്രയും വേഗം ഗായത്രിയോട് തന്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന് നന്ദു പറയുമ്പോ വാവാച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അവര് തമ്മിൽ സംസാരിക്കുന്ന സമയത്താണ് അരുൺ അവിടേക്ക് വരുന്നത്. നന്ദുവിനെ കണ്ടതും നിന്റെ ഫോൺ എവിടെയായിരുന്നെന്ന് ചോദിച്ച് അരുൺ അവനെ വഴക്ക് പറയുന്നു. കൊച്ചില മുതല് എന്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിട്ട് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തിന് നീ ഉണ്ടായില്ലല്ലോ എന്ന് അരുൺ ചോദിക്കുമ്പോ നന്ദുവിന് കാര്യം പിടികിട്ടുന്നില്ല. അപ്പോഴാണ് തന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് പറഞ്ഞ് ഗായത്രിയുടെ ഫോട്ടോ അരുൺ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അത് കണ്ടതും നന്ദു ആകെ തകർന്നു പോകുന്നു. ഞങ്ങളെ പണ്ട് പഠിപ്പിച്ച പ്രഭ ടീച്ചറിന്റെ മോളാണെന്ന് അരുൺ പറയുമ്പോ വാവാച്ചിക്കും ആളെ പിടികിട്ടുന്നു. അരുൺ ആവേശത്തോടെ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോ നന്ദു ആകട്ടെ അവന്റെ വിഷമം ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അരുൺ കോൾ ചെയ്യുമ്പോ നന്ദു മനഃപൂർവ്വം ആ കോൾ അവോയ്ഡ് ചെയ്യുന്നു. നന്ദുവിന്റെ പെരുമാറ്റത്തിന് കാരണം അറിയാതെ അരുണിന് ഒരുപാട് വിഷമം തോന്നുന്നു. ഗായത്രി മറ്റൊരാളുടെ സ്വന്തമാകാൻ പോവുകയാണെന്ന് ഉൾക്കൊള്ളാനാവാതെ നന്ദു ആകട്ടെ മദ്യത്തിൽ അഭയം തേടുന്നു. അങ്ങനെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരോട് അവൻ തന്റെ മനസ്സ് തുറക്കുന്നു. നന്ദു പറഞ്ഞതൊക്കെ കേട്ട് കഴിയുമ്പോ അരുൺ നിന്റെ പെണ്ണിനെ മനഃപൂർവ്വം തട്ടിയെടുത്തതാണെന്ന് പറഞ്ഞ് അവനെ എരിവുകയറ്റുന്നു. മാത്രമല്ല അരുണും ഗായത്രിയും ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നവരായോണ്ട് അവർക്ക് അവിടെ വെച്ച പരിചയം ഉണ്ടാവുമെന്നും രണ്ടുപേരും ചേർന്ന് നിന്നെ പറ്റിച്ചതാണെന്നും ഒക്കെ അവർ വീണ്ടും പറയുമ്പോ നന്ദുവിന് ചെറിയ സംശയം തോന്നുന്നു. അങ്ങനെ എന്നെ പറ്റിച്ചിട്ട് അവരങ്ങനെ ഒന്നിച്ച് ജയിക്കാൻ സമ്മതിക്കില്ലെന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാമെന്നും ഷാപ്പിലുള്ളവരോടെല്ലാം വിളിച്ചു പറഞ്ഞിട്ടാണ് നന്ദു അവിടെ നിന്ന് പോകുന്നത്. അവിടെ നിന്ന് നേരെ കവലയിലെ ആൽത്തറയിലുള്ള വിക്രമന്റെ അടുത്തേക്കാണ് നന്ദു പോകുന്നത്. പിറ്റേ ദിവസമാണ് അരുണും ഗായത്രിയും തമ്മിലുള്ള വിവാഹം. അത് കാണാൻ എനിക്ക് കഴിയില്ലെന്നും ഞാൻ എങ്ങോട്ടേലും നാട് വിട്ടു പോയാലോ എന്നും നന്ദു വിഷമത്തോടെ വിക്രമനോട് ചോദിക്കുന്നു. അത് കേട്ട് വിക്രമനോട് വഴക്ക് പറയുന്നു. പക്ഷെ ഇനിയും നാട്ടിൽ നിന്നാ നന്ദു എന്തെങ്കിലും അബദ്ധം ചെയ്യുമെന്ന് വിക്രമൻ ഉറപ്പായിരുന്നു. അത് ഒഴിവാക്കാൻ രാത്രി ഓട്ടത്തിന് നീയും എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് വിക്രമൻ നന്ദുവിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. മറുഭാഗത്ത് ഗായത്രിയുടെ വീടാണ് കാണിക്കുന്നത്. കല്യാണത്തലേന്നത്തെ പാർട്ടിക്ക് ഗായത്രി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജ്വല്ലറിയിൽ നിന്നും വെഡിങ് പർച്ചേസ് നടത്തേണ്ട ഗിഫ്റ്റുമായിട്ട് ഒരു സ്റ്റാഫ് അവിടേക്ക് വരുന്നത്. ഗായത്രി വിഷ് ചെയ്ത ശേഷം അയാൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. അപ്പോഴാണ് അരുണും ഫാമിലി അവിടേക്ക് വരുന്നത്. അരുണും ഗായത്രിയും അവരുടെ കുടുംബങ്ങളും പ്രിയപ്പെട്ടവരോടൊപ്പം ചേർന്ന് ആ രാത്രി ഒരാഘോഷ രാവാക്കി മാറ്റുന്നു. മറുഭാഗത്ത് വിക്രമന്റെ ലോറിയിൽ ലോഡ് കയറ്റുന്നതാണ് കാണിക്കുന്നത്. ലോഡ് കയറ്റിയ ശേഷം അവർ യാത്ര തുടരുമ്പോ നന്ദുവിന്റെ ഫോണിലേക്ക് അരുണിന്റെ കോള് വരുന്നെങ്കിലും പതിവ് പോലെ അവൻ അത് കട്ടാക്കി വിടുന്നു. മുന്നോട്ട് പോകുന്ന വഴി ഗായത്രിയുടെ വീട് കാണുമ്പോ വിക്രമനൊന്നും ബ്രേക്ക് ഔട്ടുന്നു. അലങ്കാരത്ത് മുങ്ങി ആ വീട് കണ്ടതും വണ്ടി മുന്നോട്ടെടുക്കാൻ നന്ദു വിക്രമനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ പിറ്റേ ദിവസം രാവിലെ നന്ദുവും വിക്രമൻ തമിഴ്നാട്ടിൽ ലോഡ് ഇറക്കാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സമയത്താണ് അനിയത്തി വാവാച്ചി നന്ദുവിനെ കോൾ ചെയ്ത് ഗായത്രിയുടെ വിവാഹം മുടങ്ങിയ കാര്യം പറയുന്നത്. ഇത് കേട്ടതും ബാക്കിയൊന്നും കേൾക്കാൻ നിൽക്കാതെ ആ കോള് കട്ട് ചെയ്ത് നന്ദു വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നു. ഗായത്രിയുടെ കല്യാണം മുടങ്ങിയെന്നും ഇനി അവളെ എനിക്ക് തന്നെ കിട്ടുമെന്നും ഒക്കെ നന്ദു സന്തോഷത്തോടെ പറയുമ്പോ വിക്രമനും ചെറിയ സന്തോഷം തോന്നുന്നു. ലോഡ് ഇറക്കാൻ ടാർപ്പ് മാറ്റാനായി നന്ദു വണ്ടിയുടെ മുകളിലേക്ക് കയറിയ നേരത്താണ് രാധ വിക്രമനെ കോൾ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് രാധ ചോദിക്കുമ്പോ കല്യാണം മുടങ്ങിയ കാര്യം ഇപ്പൊ അറിഞ്ഞേ ഉള്ളെന്നും എങ്ങനെയാണ് അത് മുടങ്ങിയതെന്നും വിക്രമൻ രാധയോട് ചോദിക്കുന്നു. അപ്പോഴാണ് ഇന്നലെ രാത്രി ഗായത്രിയുടെ അച്ഛനെ കൊന്നിട്ട് കല്യാണത്തിനുള്ള സ്വർണം കൊണ്ട് ആരോ കടന്നു കളഞ്ഞ കാര്യം രാധ വിക്രമനോട് പറയുന്നത്. ഇത് കേട്ടതും വിക്രമൻ ആകെ ഷോക്കാവുന്നു. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് രാധ കോൾ കട്ടാക്കിയ നേരത്താണ് വണ്ടിയുടെ മുകളിൽ നിന്ന് നന്ദു അവനെ വിളിക്കുന്നത്. ഈ സമയം ലോറിയുടെ മുകളിൽ സ്വർണ്ണം നിറച്ചൊരു ബാഗ് ഇരിക്കുന്നത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുന്ന നന്ദുവിനെ കാണിക്കുന്നു. സ്വർണത്തോടൊപ്പം ആ ബാഗിനുള്ളിൽ ഗായത്രിയുടെ അരുണിന്റെ വിവാഹത്തിന് ജ്വല്ലറിയിൽ നിന്ന് കൊടുത്ത ആശംസ കാർഡ് ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് ഈ കാര്യം പോലീസിൽ അറിയിക്കാമെന്ന് നന്ദു പറയുമ്പോ അങ്ങനെയാണെങ്കിൽ അവരാദ്യം അകത്താക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കുമെന്ന് വിക്രമൻ മറുപടി പറയുന്നു. കാരണം കല്യാണം മുടക്കുമെന്ന് നന്ദു ഷാപ്പിലിരുന്ന് പറഞ്ഞത് നാട്ടിൽ മുഴുവൻ പാട്ടായിരുന്നു. അന്യനാട്ടിൽ ഇത്രയും സ്വർണ്ണമായിട്ട് നിൽക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കി അവരാദ്യം ബാഗുമായി നാട്ടിലേക്ക് തിരിക്കുന്നു. പോകും വഴി ഗായത്രിയുടെ വീടിന് മുമ്പേ ആംബുലൻസും പോലീസിനെയൊക്കെ കാണുമ്പോൾ നന്ദുവിന്റെ നോട്ടം വണ്ടിക്കുള്ളിൽ ബാഗ് ഇരിക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. റോഡിലെ ബ്ലോക്ക് മാറിയ ശേഷം വിക്രമൻ വണ്ടിയുമായി പുഴക്കരയിലേക്ക് പോകുന്നു.
ഈ സമയത്താണ് നന്ദുവിന്റെ ഫോണിൽ പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോള് വരുന്നത്. തന്റെ നമ്പറിൽ നിന്ന് വിളിച്ച നന്ദു കോൾ എടുക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അരുണായിരുന്നു മറ്റൊരു നമ്പറിൽ നിന്ന് അവനെ വിളിച്ചത്. നിനക്ക് ഗായത്രിയോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഞാൻ അറിയേണ്ടതെന്ന് അരുൺ നന്ദുവിനോട് ചോദിക്കുന്നു. മാത്രമല്ല, ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നും ഇന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവുകയാണെന്നും അരുൺ അവനോട് പറയുന്നു. പോകുന്നതിന് മുന്നേ നിന്നോടത് സംസാരിക്കണമെന്ന് കരുതി വിളിച്ചതാണെന്ന് അരുൺ പറഞ്ഞിട്ടും നന്ദു അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അരുൺ വിഷമത്തോടെ കോള് കട്ട് ചെയ്തിട്ടും അനങ്ങാതിരിക്കുന്ന നന്ദുവിനെ കാണുമ്പോൾ തന്നെ വിളിച്ചത് അരുണാണെന്ന് വിക്രമന് മനസ്സിലാവുന്നു. പണം ഇരിക്കുന്ന ബാഗ് ലോറിക്കുള്ളിൽ ലോക്കറിൽ വെച്ചിട്ട് ലോറിയുടെ താക്കോൽ വിക്രമൻ നന്ദുവിനെ ഏൽപ്പിക്കുന്നു. പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കാനും എന്തു വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാമെന്നും വിക്രമൻ നന്ദുവിനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ വിക്രമന്റെ വീടാണ് കാണിക്കുന്നത്. രാവിലത്തെ ചായയുമായി രാധ വന്ന് വിളിക്കുമ്പോൾ വിക്രമന്റെ ചലനമറ്റ ശരീരമാണ് കാണുന്നത്. വിക്രമന്റെ മരണവാർത്ത അറിഞ്ഞ് നന്ദു ഉൾപ്പെടെ നാട്ടുകാരെല്ലാവരും വീട്ടിലേക്ക് വരുന്നു. വിക്രമന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ നന്ദു ആകെ തകർന്നു പോകുന്നു. മറുഭാഗത്ത് ഗായത്രിയുടെ വീടാണ് കാണിക്കുന്നത്. അരുണിന്റെ മാതാപിതാക്കളായ പ്രസന്നയും അശോകനും കൂടെ പ്രഭ ടീച്ചറിനെ ആശ്വസിപ്പിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ ഒരു സമയത്ത് തന്നെ അരുൺ കല്യാണത്തിന് പിന്മാറിയതിന് പ്രസന്ന അവരോടെല്ലാം ക്ഷമ ചോദിക്കുന്നു. അരുണിന് ഗായത്രി ഒരുപാട് ഇഷ്ടമാണെന്ന് പ്രസന്നയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും അവൻ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചതിന്റെ കാരണം മാത്രം അവർക്ക് അറിയുമായിരുന്നില്ല. എന്തായാലും നിന്നെ മകളായിട്ട് കിട്ടാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയല്ലോ എന്ന് പ്രസന്ന ഗായത്രിയോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ പുഴക്കരയിൽ കിടക്കുന്ന ലോറിക്ക് കാവല് കിടക്കുന്ന നന്ദുവിനെയാണ് കാണിക്കുന്നത്. വണ്ടി സ്വർണ്ണം ഉള്ളതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ സമയം അവിടെ തന്നെയായിരുന്നു. അങ്ങനെ അവൻ വണ്ടിയുടെ തണലിൽ വിശ്രമിക്കുമ്പോഴാണ് വിക്രമന്റെ വണ്ടിയിലെ പഴയ കിളിയായ സുര അവിടേക്ക് വരുന്നത്. പണ്ട് സുര ചെയ്തു പോയൊരു മണ്ടത്തരത്തിന്റെ പേരിൽ വിക്രമൻ ആദ്യത്തെ ലോറി നഷ്ടമായപ്പോ സുര മനഃപൂർവ്വം വിക്രമനിൽ നിന്ന് അകലം പാലിക്കുകയായിരുന്നു. എങ്കിലും നന്ദുവിനെ പോലെ തന്നെ സുരയ്ക്കും വിക്രമനോട് വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്രമന്റെ മരണശേഷം അവന്റെ ലോറി ഇങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കുന്നത് സുരയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ രാധചേച്ചിയുടെ സമ്മതം വാങ്ങിയിട്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാമെന്ന് സുര നന്ദുവിനോട് പറയുന്നു. സുര ജോലിക്ക് വരാതായ സമയത്തും സുരയുടെ കുടുംബത്തിന് തന്റെ വരുമാനത്തിന്റെ ഒരു പങ്ക് വിക്രമൻ നൽകിയിരുന്നു. ആ കടപ്പാടുകൂടി കൊണ്ടാണ് വിക്രമന്റെ അഭാവത്തിൽ ലോറി ഏറ്റെടുക്കാമെന്നും അങ്ങനെ ലോറിയുടെ പേരിലുള്ള ലോൺ തീർക്കാവുന്നതൊക്കെ സുര നന്ദുവിനോട് പറയുന്നത്. പക്ഷെ ലോറി സ്വർണ്ണം ഇരിക്കുന്നതുകൊണ്ടും തൽക്കാലം അത് മറ്റെവിടേക്ക് മാറ്റാൻ കഴിയില്ലാത്തതുകൊണ്ടും നന്ദു അതിന് സമ്മതിക്കുന്നില്ല. സുര 1-2 തവണ നിർബന്ധിച്ചിട്ടും നന്ദു അതിന് സമ്മതിക്കാത്തതോടെ സുര അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാധ നന്ദുവിനെ കോൾ ചെയ്യുന്നത്. ലോറിയുടെ പേരിലുള്ള ലോൺ തീർക്കാൻ മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ലോറി വിറ്റ് കടം തീർക്കാമെന്ന് പറയാനാണ് രാധ നന്ദുവിനെ കോൾ ചെയ്തത്. രാധയുടെ ചേട്ടനായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിരുന്നത്. നാളെ രാവിലെ വണ്ടി നോക്കാൻ ആള് വരുമെന്നും അന്നേരം താക്കോലുമായിട്ട് നീ അവിടെ തന്നെ ഉണ്ടാവണമെന്ന് രാധ പറയുമ്പോൾ നന്ദു അതിന് സമ്മതം മൂളുന്നു. നെക്സ്റ്റ് സീനിൽ അന്ന് രാത്രി സുരയും നന്ദുവും കൂടെ വിക്രമന്റെ ലോറിയിൽ ലോഡുമായിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. രാവിലെ ഓട്ടം പോവാന്ന് പറഞ്ഞപ്പോ നീ സമ്മതിക്കാഞ്ഞതിന്റെ വിഷമമൊക്കെ ഇപ്പൊ മാറിയെന്ന് സുര നന്ദുവിനോട് പറയുന്നു. ഇത് കേട്ടതും മുൻപ് സമ്മതിക്കാഞ്ഞതിന് നന്ദു ഒരിക്കൽ കൂടെ സുരയോട് ക്ഷമ ചോദിക്കുന്നു. പോകുന്ന വഴി യൂറിൻ പാസ് ചെയ്യാനായി വഴിയരികെ വണ്ടി നിർത്തുമ്പോഴാണ് 2 വണ്ടിയിൽ കുറച്ച് ഗുണ്ടകൾ അവിടേക്ക് വരുന്നത്. ഗോൾഡ് എവിടെയെന്ന് ചോദിച്ച് അവര് നന്ദുവിനെ ഉപദ്രവിക്കുന്നത് കണ്ട് സുരയിൽ ലോറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. സുരയെ കാണുമ്പോൾ ഒരു കോമഡി പീസായിട്ട് തോന്നുമെങ്കിലും സുര ഒറ്റയ്ക്കാണ് ആ ഗുണ്ടകളെല്ലാം നേരിടുന്നത്. സുര അവരെയെല്ലാം അടിച്ചോടിച്ച ശേഷം നന്ദു അവനോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു. അപ്പൊ ഇതിന്റെ മനപ്രയാസത്തിലാണല്ലേ വിക്രമൻ ചേട്ടൻ മരണപ്പെട്ടതെന്ന് സുര നന്ദുവിനോട് ചോദിക്കുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടും വഴിചാരിയിട്ടും ഒന്നും കാര്യമില്ലെന്നും എന്തായാലും ഇനിയിപ്പോ മുന്നോട്ടുള്ള കാര്യം നോക്കാമെന്നും സുര നന്ദുവിനോട് പറയുന്നു. അങ്ങനെ നന്ദു സുരയും കൂടെ ലോഡിറക്കി തിരിച്ചു വരും വഴിയാണ് രാധ നന്ദുവിനെ കോൾ ചെയ്യുന്നത്. വണ്ടി കാണാൻ ആള് വന്നിട്ടുണ്ടെന്നും വണ്ടി എവിടെയെന്ന് രാധ ചോദിക്കുമ്പോൾ സുരയുമായിട്ട് ലോഡിറക്കാൻ പോയ കാര്യം നന്ദു രാധയോട് പറയുന്നു. ലോറി വിൽക്കണ്ടെന്നും വിക്രമൻ ചേട്ടൻ ഇല്ലെങ്കിലും ഞാനും നന്ദുവും കൂടെ ലോൺ അടച്ചു തീർത്തോളാവെന്നും സുരയും രാധയ്ക്ക് ഉറപ്പ് നൽകുന്നു. സത്യത്തിൽ വിക്രമന്റെ സ്വപ്നം വരുമാനമാർഗമായ ലോറി വിൽക്കാൻ രാധയ്ക്ക് പൂർണ്ണ മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുരയും നന്ദുവും പറയുന്നത് കേൾക്കുമ്പോൾ രാധയെ അതിന് സമ്മതിക്കുന്നു. പുഴക്കരയിൽ ലോറി കൊണ്ടിട്ട ശേഷം സുര വണ്ടിയുടെ താക്കോല് നന്ദുവിനെ ഏൽപ്പിക്കുന്നു. സ്വർണ്ണം അന്വേഷിച്ച ആള് വന്ന സ്ഥിതിക്ക് അവർ ഇനിയും വരുമെന്നും അതിനു മുന്നേ ഈ സ്വർണ്ണം എങ്ങോട്ടെങ്കിലും മാറ്റണമെന്നും സുര നന്ദുവിനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ നന്ദു ബാഗിലിരുന്ന സ്വർണ്ണമെല്ലാം പുതിയൊരു ബാഗിലേക്ക് മാറ്റി പഴയ ബാഗ് കത്തിച്ചു കളയുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് സുരയുടെ ഫോണിലേക്ക് പലതവണ വിളിച്ചെങ്കിലും കിട്ടാതെ വരുമ്പോൾ അവൻ നേരെ ആ സ്വർണവും കൊണ്ട് സുരയുടെ വീട്ടിലേക്ക് പോകുന്നു. സ്വർണ്ണം എവിടേക്കെങ്കിലും മാറ്റാൻ സുരയുടെ ഹെൽപ്പ് ചോദിക്കാൻ വന്ന നന്ദു പേടിപ്പനി ബാധിച്ച് പുതിച്ചു മൂടിക്കിടക്കുന്ന സുരയാണ് കാണുന്നത്. അന്നേരത്തെ ആവേശത്തിന് നന്ദുവിനോട് കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും സത്യത്തിൽ സുരയ്ക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സുര പറയുമ്പോൾ നന്ദുവും പിന്നീട് അവനെ നിർബന്ധിക്കുന്നില്ല. ഒടുവിൽ സ്വർണം ഗായത്രിയുടെ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി വെക്കാമെന്ന് നന്ദു തീരുമാനിക്കുന്നു. അതിനുവേണ്ടി നന്ദു മതില് ചാടിക്കടന്ന് ജനൽ വല്ലതും തുറന്നു കിടപ്പുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് അകത്താരോ അവനെ കണ്ട് നിലവിളിക്കുന്നത്.
കള്ളനെന്ന് പറഞ്ഞ് ഗായത്രി അമ്മയും വിളിച്ചു കൂവിയതും നന്ദു കയ്യിലുള്ള ബാഗുമായി പുറത്തേക്ക് തിരിച്ചു ചാടുന്നു. പക്ഷെ കൃത്യം പോലീസ് വണ്ടിയുടെ മുമ്പിലേക്കാണ് നന്ദു വന്ന് പെടുന്നത്. നെക്സ്റ്റ് സീനിൽ ഗായത്രിയും ഫാമിലിയും സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒളിപ്പിച്ചു വെച്ച സ്വർണം തിരിച്ചെടുക്കാനാണ് പ്രതി തലേന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ വന്നതെന്ന് പോലീസുകാരൻ പ്രഭയോട് പറയുന്നു. അപ്പോഴാണ് ഗായത്രിയും പ്രഭയും നന്ദുവിനെ കാണുന്നത്. എന്തിനാണ് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചതെന്ന് ചോദിച്ച് പ്രഭ അവന് നേരെ അലമുറയിടുമ്പോൾ ഞാൻ ടീച്ചറിനോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നന്ദു മറുപടി പറയുന്നു. നന്ദു ടീച്ചറേന്ന് വിളിച്ചത് കേട്ട് സംശയം തോന്നി തിരക്കുമ്പോഴാണ് അവൻ പണ്ടത്തെ നന്ദു ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. അതോടെ അറിഞ്ഞതും ഗായത്രിക്കും പ്രഭയ്ക്കും നന്ദുവിനോടുള്ള വിദ്വേഷം കൂടുന്നു. പ്രഭയെ ഗായത്രി അനിയത്തിയും ചേർന്ന് ഒരുവിധം ആശ്വസിപ്പിക്കുമ്പോഴാണ് സ്വർണം മുഴുവനും ഉണ്ടല്ലോ എന്ന് ഇൻസ്പെക്ടർ അവരോട് ചോദിക്കുന്നത്. 50 പവന്റെ മറ്റൊരു ബാഗും 2 മോതിരങ്ങളും മിസ്സിംഗ് ആണെന്ന് ഗായത്രിയുടെ അനിയത്തിയാണ് മറുപടി പറയുന്നത്. ഇത് കേട്ടതും ഗായത്രി അമ്മയൊഴികെ ബാക്കി എല്ലാവരും ഷോക്കാവുന്നു. മറ്റു ബാഗ് എവിടെയെന്ന് ചോദിച്ച് പോലീസ് നന്ദുവിനെ ഒരുപാട് ഉപദ്രവിക്കുന്നെങ്കിലും എനിക്കറിയില്ലെന്ന് മാത്രമാണ് നന്ദു മറുപടി പറയുന്നത്. ഗായത്രിയുടെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം നന്ദുവിനെ സബ് ജയിലിലേക്ക് മാറ്റുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഗായത്രിക്ക് രാധയുടെ കോള് വരുന്നത്. സ്വയം പരിചയപ്പെടുത്തിയ ശേഷം നേരിട്ടൊന്ന് കാണണമെന്നും അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്നും പറയുമ്പോൾ ഗായത്രി അതിന് സമ്മതിക്കുന്നു. രാധയുടെ വീട്ടിലേക്കാണ് ഗായത്രി അവളെ കാണാൻ ചെല്ലുന്നത്. ആ സമയം നന്ദുവിന്റെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നു. മരിക്കുന്നതിന്റെ തലേദിവസം രാത്രി ലോറിയിൽ നിന്ന് സ്വർണം കിട്ടിയ കാര്യമൊക്കെ വിക്രമൻ രാധയോടും പറഞ്ഞിരുന്നു. നന്ദു ഈ കാര്യത്തിൽ നിരപരാധിയാണെന്നും മരിക്കുന്നതിന് മുമ്പ് വിക്രമൻ പറഞ്ഞ കാര്യങ്ങളും രാധ ഗായത്രിയോട് പറയുന്നു. മാത്രമല്ല പോലീസ് നിങ്ങളൊക്കെ അരിച്ചു പറക്കിയ വീട്ടിൽ നിന്ന് നന്ദു എങ്ങനെ സ്വർണം എടുക്കാനാണെന്ന് രാധ ചോദിക്കുമ്പോഴാണ് ഗായത്രി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്റെ ചേട്ടന് ചേച്ചി ഒരിക്കലും വേദനിപ്പിക്കാൻ കഴിയില്ലെന്നും കുഞ്ഞുനാള് മുതൽ അവന് ചേച്ചി ഇഷ്ടമായിരുന്നെന്നും പറഞ്ഞ് ഗായത്രിയുടെ ഓർമ്മയ്ക്ക് നന്ദു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അവളുടെ പേന വാവാച്ചി ഗായത്രിക്ക് കൊടുക്കുന്നു. അവര് പറഞ്ഞതൊക്കെ കേട്ട ശേഷം ഗായത്രി നേരെ നന്ദുവിനെ കാണാൻ സബ് ജയിലിലേക്കാണ് പോകുന്നത്. രാധേച്ചി സത്യങ്ങളെല്ലാം പറഞ്ഞെന്ന് ഗായത്രി നന്ദുവിനോട് പറയുന്നു. മാത്രമല്ല ഇതിന് പിന്നിൽ ആരാണെങ്കിലും ഞാൻ അവരെ കണ്ടുപിടിക്കുമെന്നും ഗായത്രി നന്ദുവിനോട് പറയുന്നു. ശേഷം ഗായത്രി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെ അവളെയും കാത്ത് അവളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു വരവെന്ന് ഗായത്രി ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് അവൻ മറുപടി പറയുന്നു. ഗായത്രിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച ശേഷമാണ് എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് ഗായത്രി ആ ഇൻസ്പെക്ടറിനോട് പറയുന്നത്. പിന്നീട് ആ ഇൻസ്പെക്ടർ ഗായത്രിയുടെ അച്ഛന്റെ കേസ് അന്വേഷിക്കുന്നതാണ് കാണിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പല യാത്രകളിലും ഗായത്രി അവന്റെ ഒപ്പം ഉണ്ടായിരുന്നു. കുറച്ചു ദിവസത്തെ അന്വേഷണങ്ങളിലൂടെ തന്നെ നന്ദു അല്ല പ്രതിയെന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ ഇൻസ്പെക്ടറിന് കഴിയുന്നു. അത് വെച്ച് അവൻ നന്ദുവിനെ പുറത്തിറക്കുന്നു. പക്ഷെ അപ്പോഴും യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഗായത്രിയുടെ വീടിന് മുമ്പിലുള്ള റോഡിലെ CCTV വിഷ്വൽസ് പരിശോധിക്കുമ്പോഴാണ് ഗായത്രിയുടെ അച്ഛൻ മരിച്ച അതേ സമയത്താണ് വിക്രമന്റെ ലോറി അതിലൂടെ കടന്നു പോയതെന്നും അതേസമയം തന്നെ അവിടെ മറ്റൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെന്നും ഇൻസ്പെക്ടറിന് മനസ്സിലാവുന്നത്. ആ ആക്സിഡന്റിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിലൊരാൾ മരണപ്പെട്ടെന്നും അവന് മനസ്സിലാവുന്നു. നെക്സ്റ്റ് സീനിൽ ഇൻസ്പെക്ടറും ഗായത്രിയും നന്ദുവും കൂടെ ആക്സിഡന്റ് മരിച്ചയാളുടെ വീട്ടിൽ പോകുന്നതാണ് കാണിക്കുന്നത്. അന്ന് ആ ആക്സിഡന്റ് മരിച്ച ചെറുപ്പക്കാരന്റെ പേര് ഫെലിക്സ് എന്നായിരുന്നു. ഫെലിക്സിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നവന്റെ ഫോട്ടോ കണ്ട് പരിചയം തോന്നി നന്ദു അവന്റെ FB പ്രൊഫൈൽ കണ്ടെത്തുന്നു. അതിൽ അവൻ അവന്റെ ഫ്രണ്ട്സിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് ഓരോന്നായി നന്ദു ഗായത്രിക്ക് കാണിച്ചു കൊടുക്കുന്നു. ഈ സമയം ഇൻസ്പെക്ടർ ആവട്ടെ ഫെലിക്സിന് ആക്സിഡന്റ് ആയ സമയം അവന്റെ കൂടെ ബൈക്കിലുണ്ടായിരുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഫെലിക്സിന്റെ അച്ഛനോട് ചോദിക്കുന്നു. പക്ഷെ തനിക്കൊന്നും അറിയില്ലെന്ന് ഫെലിക്സിന്റെ അച്ഛൻ മറുപടി പറയുന്നു. ഈ സമയം ഫെലിക്സിന്റെ FBയിലെ ഫോട്ടോസ് കണ്ടുകൊണ്ടിരുന്ന ഗായത്രി ആവട്ടെ എന്തോ മനസ്സിലാക്കിയ മട്ടിൽ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ ഒരുങ്ങുന്നു. ഈ സമയത്താണ് ഫെലിക്സിന്റെ ചേട്ടൻ അവിടേക്ക് വന്ന് 2 മോതിരം അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് ഫെലിക്സിന്റെ ബിലോങ്ങിങ്സിന്റെ കൂട്ടത്തിൽ തന്നതാണെന്നും പക്ഷെ ഇത് രണ്ടും അവന്റെ അല്ലായിരുന്നെന്നും ഫെലിക്സിന്റെ ചേട്ടൻ പറയുമ്പോൾ ഗായത്രി അത് സൂക്ഷിച്ചു നോക്കുന്നു. കല്യാണ തലേന്ന് അരുണിനും ഗായത്രിക്കും വേണ്ടി ഗായത്രിയുടെ അനിയത്തി ഗിഫ്റ്റ് ചെയ്ത മോതിരങ്ങളായിരുന്നു അത്. നെക്സ്റ്റ് സീനിൽ ഇൻസ്പെക്ടർ മിഥുൻ എന്നൊരാളുടെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അന്നത്തെ ആക്സിഡന്റിൽ ഫെലിക്സിനോടൊപ്പം ഉണ്ടായിരുന്നത് മിഥുനായിരുന്നു. ആക്സിഡന്റിന്റെ ഭാഗമായി മിഥുൻ ശരീരം തളർന്ന് കിടപ്പിലായിരുന്നു. അന്ന് ആ ആക്സിഡന്റ് പറ്റിയ സമയം നിങ്ങൾ എവിടെ പോയതാണെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ ഒരു കൂട്ടുകാരനെ കാണാൻ പോയിരുന്നതാണെന്ന് മിഥുൻ മറുപടി പറയുന്നു. ആ കൂട്ടുകാരന്റെ പേരെന്താണെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ മിഥുൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഞാൻ എന്തായാലും നിന്റെ ആ ഫ്രണ്ടിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് ഇൻസ്പെക്ടർ പറയുമ്പോൾ ഗായത്രിയും നന്ദുവും കൂടെ അവിടേക്ക് വരുന്നു. ഗായത്രിയെ കണ്ടതും കിടന്ന കിടപ്പിലും മിഥുനൊന്ന് പേടിച്ചു പോകുന്നു. അപ്പോഴാണ് കല്യാണ തലേന്ന് ജ്വല്ലറിയിൽ നിന്ന് വന്ന സ്റ്റാഫാണെന്ന് പറഞ്ഞ് ഗായത്രിക്ക് ഗിഫ്റ്റുമായിട്ട് വന്നത് മിഥുനായിരുന്നെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ഫെലിക്സ് അവന്റെ FB പോസ്റ്റ് ചെയ്ത മിഥുനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടാണ് ഗായത്രി അവനെ തിരിച്ചറിഞ്ഞത്. കാര്യങ്ങളൊക്കെ ഇത്രയും ആയ സ്ഥിതിക്ക് സത്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞ് ഇൻസ്പെക്ടർ മിഥുനെ വിരട്ടിയതും അവൻ പേടിച്ച് അന്ന് നടന്നതൊക്കെ പറയുന്നു. ബാംഗ്ലൂരിലെ ഒരു പബ്ബിൽ വെച്ചാണ് മിഥുൻ ആദ്യമായി ഫെലിക്സിനെ പരിചയപ്പെടുന്നത്. അന്നത്തെ ആ പരിചയം പിന്നീട് സൗഹൃദത്തിലേക്ക് വഴിമാറുന്നു.
കോളേജുകളിലും സ്കൂളിലും ഒക്കെ ലഹരി സപ്ലൈ ചെയ്യുന്നതായിരുന്നു ഫെലിക്സിന്റെ പ്രധാന ജോലി. അങ്ങനെ ഇരിക്കെ ഒരു ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ക്യാഷ് എല്ലാം ബ്ലോക്ക് ആയിരിക്കുന്ന സമയത്താണ് ജുവലറി പർച്ചേസിന് വന്ന ഗായത്രിയും കുടുംബത്തെയും അവർ കാണുന്നത്. അത് കണ്ടതും ഫെലിക്സും മിഥുനും അവരറിയാതെ ഫോളോ ചെയ്ത് അവരുടെ വീട് നോട്ട് ചെയ്യുന്നു. ശേഷം ഫെലിക്സ് പറഞ്ഞിട്ടാണ് മിഥുൻ ജുവലറി സ്റ്റാഫായി ഗായത്രിയുടെ വീട്ടിൽ കയറുന്നത്. ശേഷം അന്ന് രാത്രി ആരും കാണാതെ ഫെലിക്സിന് ആ വീട്ടിൽ കയറാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് മിഥുനായിരുന്നു. അവരുടെ ആ പ്ലാനിൽ ഫെലിക്സിനെ കൺട്രോൾ ചെയ്യുന്ന മൂന്നാമതൊരാൾ കൂടി അന്ന് ആ വീട്ടിലുണ്ടായിരുന്നു. സ്വർണവുമായി കടക്കുന്നതിനിടെ അത് കണ്ട് അവരെ തടയാൻ വന്ന ഗായത്രിയുടെ അച്ഛന് ഫെലിക്സും ആ മൂന്നാമനും ചേർന്നാണ് കൊലപ്പെടുത്തുന്നത്. ശേഷം 50 പവന്റെ ഒരു ബാഗുമായി ആ മൂന്നാമൻ ഒരു വണ്ടിയിലും രണ്ടാമത്തെ ബാഗുമായി മിഥുനും ഫെലിക്സും ബൈക്കിലും രക്ഷപ്പെടാൻ ഒരുങ്ങുന്നു. പക്ഷെ ഈ സമയത്താണ് അതുവഴി ഒരു പോലീസ് വണ്ടി വരുന്നത് കണ്ട് പേടിച്ച് മിഥുൻ ആ ബാഗ് അതുവഴി പോയ ലോറിയുടെ മുകളിലേക്ക് വലിച്ചെറിയുന്നത്. പോലീസ് പോയതും അവർ ആ ബാഗ് എടുക്കാൻ ലോറിക്ക് പിന്നാലെ പോയപ്പോഴാണ് അന്നത്തെ ആക്സിഡന്റ് ഉണ്ടായത്. അതിനുശേഷം ആ ബാഗ് അന്വേഷിച്ച് മൂന്നാമന്റെ ഗുണ്ടകൾ മിഥുന്റെ അടുത്ത് വന്നിരുന്നു. സത്യങ്ങളെല്ലാം മിഥുൻ അവരോട് പറഞ്ഞതുകൊണ്ടാണ് ആ ഗുണ്ടകൾ എന്ന് നന്ദുവിനെ ആക്രമിക്കാൻ വന്നത്. ഇതൊക്കെ കേട്ടതും ആ മൂന്നാമൻ ആരാണെന്ന് ഇൻസ്പെക്ടർ മിഥുനോട് ചോദിക്കുന്നു. അയാൾ ഒരു ബാംഗ്ലൂരുകാരനാണെന്നല്ലാതെ കൂടുതലൊന്നും ഫെലിക്സ് തന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മിഥുൻ മറുപടി പറയുന്നു. നെക്സ്റ്റ് സീനിൽ നന്ദു ഇൻസ്പെക്ടറും കൂടെ ബാംഗ്ലൂരിലെ പബ്ബിൽ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ ഒരു മൂലയിലായിരിക്കുന്ന അരുണിനെ നോക്കിക്കൊണ്ട് സൗണ്ട് ഓഫ് ചെയ്യാനായി ഇൻസ്പെക്ടർ വിളിച്ചു പറയുമ്പോഴേക്കും പബ്ബിന്റെ ഉടമ ഡാനി അവിടേക്ക് വരുന്നു. വന്നത് പോലീസാണെന്ന് മനസ്സിലായതും അവരെ തല്ലാൻ ഡാനി കൂടെയുള്ളവനെ കൈ കാണിക്കുന്നു. പക്ഷെ അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ അരുൺ അയാൾക്ക് നേരെ ബിയർ ബോട്ടിൽ വലിച്ചെറിയുന്നു. കൂടെ നിന്നിട്ട് നീ തന്നെ എന്നെ ചതിച്ചല്ലേന്ന് അരുൺ ചോദിക്കുമ്പോഴാണ് അവന് സത്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഡാനി തിരിച്ചറിയുന്നത്. പിന്നീട് നമ്മളെ ഗായത്രിയുടെ അച്ഛൻ കൊല്ലപ്പെട്ട രാത്രിയാണ് കാണിക്കുന്നത്. അരുണിന്റെ സുഹൃത്തായ ഡാനിയും അവന്റെ ക്ഷണപ്രകാരം കല്യാണ തലേന്ന് ഗായത്രിയുടെ വീട്ടിൽ വന്നിരുന്നു. ഡാനിയും ഫെലിക്സും ചേർന്നാണ് ആ സ്വർണ്ണം എടുക്കാൻ പ്ലാൻ ചെയ്തത്. അവരവിടെ നിന്ന് സ്വർണ്ണമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് കണ്ട് തടയാൻ വന്ന ഗായത്രിയുടെ അച്ഛനെ ഡാനിയാണ് ചുറ്റിയേക്കടിച്ച് കൊലപ്പെടുത്തിയത്. പിന്നീട് വീണ്ടും പ്രസന്റിൽ പബ്ബാണ് കാണിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം അരുണ എസ്ഐയും നന്ദുവും ചേർന്ന് ഡാനിയും ഗുണ്ടകളെ എതിരിടുന്നതാണ് കാണിക്കുന്നത്. അല്പനേരത്തെ പോരാട്ടത്തിനൊടുവിൽ ഡാനിയും കൂട്ടരെയും അവർ 3 പേരും ചേർന്ന് തല്ലി അവശരാക്കുന്നു. നെക്സ്റ്റ് സീനിൽ അന്വേഷണം പൂർത്തിയാക്കി ഡാനിയെ കോടതി ഹാജരാക്കുന്നതാണ് കാണിക്കുന്നത്. ഡാനി തെറ്റുകാരനാണെന്ന് കണ്ടെത്തി കോടതി അവന് ജയിൽശിക്ഷ വിധിക്കുന്നു. ഈ സമയം നന്ദു ആകട്ടെ തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ സഹായിച്ചതിനും യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയതിനും ഒക്കെ എസ് ഐക്ക് നന്ദി പറയുന്നു. ശേഷം അടുത്ത് നിൽക്കുന്ന ഗായത്രി അണ്ണനെ നോക്കി നന്ദു അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോഴാണ് എസ് ഐ നന്ദുവിനെ ജഡായു എന്ന ഇരട്ടപ്പേര് വിളിക്കുന്നത്. നന്ദു അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കിയതും ഞാൻ നിന്റെ കൂടെ പഠിച്ച മണവാളൻ എന്ന മനോജാണെന്ന് എസ് ഐ അവന് സ്വയം പരിചയപ്പെടുത്തുന്നു. അതറിഞ്ഞതും നന്ദു തിരിച്ചു വന്ന് ഏറെ സന്തോഷത്തോടെ മനോജിനെ കെട്ടിപ്പിടിക്കുന്നു. നിനക്ക് ഗായത്രിയോടുള്ള പ്രണയത്തെക്കുറിച്ചൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടെന്നും അക്കാര്യത്തിൽ അവൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നും മനോജ് പറയുമ്പോൾ നന്ദു ആകാംക്ഷയോടെ ഗായത്രിയെ നോക്കുന്നു. അത് കണ്ടതും ഇനിയുള്ള ജീവിതത്തിൽ എനിക്കൊരു കിളിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഗായത്രി തന്റെ കാറിന്റെ കീ നന്ദുവിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ ഗായത്രി സ്വന്തമാക്കിയ സന്തോഷത്തോടെ നന്ദു അവളുമായിട്ട് നടന്നു പോകുന്നത് കുറച്ച് വേദനയോടെയാണ് അരുൺ നോക്കി നിൽക്കുന്നത്. അത് കണ്ടതും ഇപ്പോഴാണ് എനിക്ക് സമാധാനമായതെന്ന് മനോജ് അരുണിനോട് പറയുന്നു. എന്നാൽ അത് കേട്ട് മനസ്സിലാകാതെ നിൽക്കുന്ന അരുണിനോട് മനോജ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഗായത്രി ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ നന്ദുവിനെ പോലെ മനോജിന് അവളെ ഇഷ്ടമായിരുന്നു. നന്ദുവിനോടുള്ള ഗായത്രിയുടെ സൗഹൃദം കണ്ട് അവനൊരു പണി കൊടുക്കാനായി മനോജാണ് പണ്ട് ഗായത്രിയുടെ പേന നന്ദുവിന്റെ കവറിൽ കൊണ്ടിടുന്നത്. പക്ഷെ നന്ദു തല്ലുവാങ്ങി എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടി നിൽക്കുന്നത് കാണുമ്പോഴാണ് ചെയ്ത തെറ്റിന്റെ ആഴം മനോജ് തിരിച്ചറിയുന്നത്. പക്ഷെ മനോജ് അത് ആരും അറിയാതെ മനസ്സിൽ സൂക്ഷിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഗായത്രിയോട് അവൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. ഒരിക്കൽ നന്ദുവിനോട് ചെയ്ത തെറ്റിന്റെ പരിഹാരമായിട്ടാണ് നന്ദുവിനെയും ഗായത്രിയെയും മനോജ് ചേർത്ത് വയ്ക്കുന്നത്. നെക്സ്റ്റ് സീനിൽ വീണ്ടും ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നന്ദുവിന്റെ അച്ഛനോട് ജോസ്യൻ ശ്രീനിവാസൻ അവന്റെ ജാതക പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയുന്നതാണ് കാണിക്കുന്നത്. ഒരു ആയില്യ നക്ഷത്രക്കാരി സ്വമനസാലെ നന്ദുവിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് മുതൽ അവന്റെ കഷ്ടകാലം എല്ലാം മാറുമെന്നും പിന്നീട് അങ്ങോട്ട് ശുക്രദശയായിരിക്കുമെന്നും ശ്രീനിവാസൻ പറയുന്നു. ജോസ്യൻ പറഞ്ഞതുപോലെ ആയില്യ നക്ഷത്രക്കാരിയായ ഗായത്രി നന്ദുവിന്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് ഇനി മുതൽ അവന് നല്ല കാലം തുടങ്ങിയാണെന്ന് കാണിച്ചാണ് മൂവി അവസാനിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ വീഡിയോയെക്കുറിച്ചും ഈ മൂവിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം.